പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. സംഖ്യാപുസ്തകം 10-ാം അധ്യായം 35-ാം വാക്യം. പെട്ടകം പുറപ്പെടുമ്പോൾ മോശ, യഹോവേ എഴുന്നേൽക്കണമേ, നിൻ്റെ ശത്രുക്കൾ ചിതറുകയും നിന്നെ പകയ്ക്കുന്നവർ നിൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുകയും ചെയ്യട്ടെ എന്ന് പറയും. ഹല്ലേലൂയ. മോശ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു, യഹോവേ എഴുന്നേൽക്കണമേ. ജീവിതത്തിൻ്റെ പല സാഹചര്യത്തിലും നാമും പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ അങ്ങ് എഴുന്നേൽക്കണം, അങ്ങ് പ്രവർത്തിക്കണം. 68-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ അതുകൊണ്ട് ഇസ്രായേൽ മക്കൾ പാടുന്ന പാട്ടത്രേ, യഹോവ ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു, അവനെ പകയ്ക്കുന്നവരും അവൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നു. ഹല്ലേലൂയ. യഹോവ എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. ഹല്ലേലൂയ. കർത്താവ് എഴുന്നേൽക്കാൻ മോശ പ്രാർത്ഥിച്ചു, കർത്താവിൻ്റെ സാന്നിധ്യം വെളിപ്പെടാൻ. നമ്മുടെ കർത്താവ് ജീവിതത്തിൽ നമുക്ക് വേണ്ടി എഴുന്നേൽക്കും. അർത്ഥം, കർത്താവ് പ്രവർത്തിക്കും, കർത്താവ് ഇടപെടും, കർത്താവിൻ്റെ കരം ചലിച്ചു തുടങ്ങും. അതാ മോശ പ്രാർത്ഥിച്ചത്, കർത്താവേ അങ്ങയുടെ പ്രത്യക്ഷത വെളിപ്പെടുത്തണം, അങ്ങയുടെ കരമൊന്ന് ചലിക്കണം, അങ്ങയുടെ പ്രവൃത്തിയെ ഈ ജനം കാണുകയൊന്ന് ചെയ്യണം. ഹല്ലേലൂയ. അതിനുവേണ്ടി ഒന്നാമത് ചെയ്യേണ്ട കാര്യം നാം പ്രാർത്ഥിക്കുക. നാം കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ പ്രവർത്തിക്കും. പ്രിയരെ, നമ്മുടെ ദൈവം ജാതികളുടെ ദൈവങ്ങളെപ്പോലെ മിഥ്യാമൂർത്തിയല്ല. അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കത്തില്ല, ചെവിയുണ്ടെങ്കിലും കേൾക്കത്തില്ല, കണ്ണുണ്ടെങ്കിലും കാണത്തില്ല, കൈയുണ്ടെങ്കിലും കൈകൊണ്ട് പ്രവർത്തിക്കത്തില്ല. എന്നാൽ നമ്മുടെ ദൈവം തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം അത്രേ. നിങ്ങൾക്കറിയാമല്ലോ, വേദപുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, മത്തായി സുവിശേഷം 8-ാം അധ്യായം 26 മുതൽ ജനത്തിൻ്റെ നിലവിളി കേട്ട്, ശിഷ്യന്മാരുടെ നിലവിളി കേട്ട് പടകിൽ കർത്താവ് എഴുന്നേറ്റു, കാറ്റിനെയും കടലിനെയും ശാസിച്ചു. അമരത്ത് തലയണ വെച്ച് ഉറങ്ങുന്നു എന്ന് ശിഷ്യന്മാർ വിചാരിച്ചവൻ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ അവരുടെ നിലവിളിക്ക് മുമ്പാകെ, ഗുരു ഞങ്ങളെക്കുറിച്ച് വിചാരമില്ലയോ എന്ന് കർത്താവിൻ്റെ മുമ്പാകെ കരഞ്ഞപ്പോൾ, വിളിച്ചപേക്ഷിച്ചപ്പോൾ അവൻ എഴുന്നേറ്റു. അവൻ കാറ്റിനെയും കടലിനെയും ശാസിച്ചു. ഇന്ന് പകൽക്കാലവും പ്രിയരെ, നിങ്ങൾ വിളിക്കാൻ തയ്യാറാണോ? യേശുവേ എന്ന് വാ തുറന്നൊന്ന് വിളിക്കുമോ? നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ അവൻ പ്രവർത്തിക്കും. യേശുവേ കരുണയുണ്ടാകണമേ എന്ന് വിളിച്ചപേക്ഷിച്ച ബർത്തിമായിക്ക് വേണ്ടി അവൻ നിന്നു. അവൻ അവന് വേണ്ടി പ്രവർത്തിച്ചു. ഇന്ന് രാവിലെയും വിളിച്ചപേക്ഷിക്കുന്ന ഒരു ദൈവ പൈതലിന് വേണ്ടി, മോശയെപ്പോലെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിന് വേണ്ടി സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം ചലിക്കും. എത്ര പേര് വിശ്വാസത്തോടുകൂടെ ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ മുമ്പാകെ പ്രാർത്ഥിക്കും? നിങ്ങൾക്കറിയാമല്ലോ, ജോഷുവയുടെ പുസ്തകം 7-ാം അധ്യായം 10-ാം വാക്യത്തിൽ കർത്താവ് ജോഷുവയോട് ചോദിച്ചു, എഴുന്നേൽക്കുക, നീ ഇങ്ങനെ സാഷ്ടാംഗം വീണത് എന്തിന്? ജീവിതത്തിൽ പരാജയം വന്നപ്പോൾ, പ്രതികൂലം വന്നപ്പോൾ ദൈവമുമ്പാകെ മുഴങ്കാല് മടക്കി നെടുമ്പാട് വീണ് കരഞ്ഞ വ്യക്തിയായി ജോഷുവ. ജോഷുവയോട് പറഞ്ഞു, ജോഷുവേ നിങ്ങളുടെ നടുവിൽ പാപമുണ്ട്, ആ പാപമൊന്ന് മാറ്റ്, ഞാൻ പ്രവർത്തിക്കുമെന്ന് അവനോട് ഇടപെട്ടു. സങ്കീർത്തനക്കാരൻ 10-ാം സങ്കീർത്തനം 12-ാം വാക്യത്തിൽ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു, കർത്താവേ യഹോവേ അങ്ങ് എഴുന്നേൽക്കണമേ, ദൈവമേ തൃക്കൈ ഉയർത്തണമേ, എളിയവരെ നീ മറക്കരുതേ. പ്രിയരെ, ഇന്ന് പകൽക്കാലം നാം വിളിച്ചപേക്ഷിക്കുമോ? നാം പ്രാർത്ഥിക്കുമോ? കർത്താവ് നമുക്ക് വേണ്ടി ചലിക്കും, കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ കേൾക്കുന്ന പ്രവർത്തിക്കുന്ന ദൈവമത്രേ. 2, ദൈവം എങ്ങനെ എഴുന്നേൽക്കുന്നത്? അവൻ ഇസ്രായേലിൻ്റെ സ്തുതികളിൽ മേൽ വസിക്കുന്ന ദൈവമാണ്. ഇസ്രായേലിൻ്റെ സ്തുതികളിൽ മേൽ വസിക്കുന്നവനെന്ന് 22-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. നാം കർത്താവിനെ ആരാധിക്കുമ്പോൾ അവൻ്റെ സിംഹാസനം ഉയർത്തപ്പെടുകയത്രേ ചെയ്യുന്നത്. ദൈവം ചലിക്കുന്നത് ആരാധനയില്ല. ദൈവജനം ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ ആരാധനയുടെ നടുവിൽ ദൈവമഹത്വം ഇറങ്ങി വരും. ശലോമോൻ്റെ ദേവാലയത്തിൽ ആരാധന ഉയർന്നപ്പോൾ അവിടെ ആലയം പുക കൊണ്ട് നിറഞ്ഞു. ആലയത്തിൽ ദൈവ തേജസ് ഇറങ്ങി വന്നു. ഇന്ന് പകൽക്കാലവും ദൈവത്തെ ആരാധിക്കുന്ന ദൈവ പൈതലേ, നിനക്ക് വേണ്ടി അവൻ ചലിക്കും. അബ്രഹാം ആരാധന വസ്തുക്കളെ കീറി യാഗത്തെ ദൈവമുമ്പാകെ അർപ്പിച്ചപ്പോൾ ദൈവം ഒരു പുകത്തൂണ് പോലെ, തീച്ചൂള പോലെ ദൈവം ഇറങ്ങി വന്നു, ദൈവ സാന്നിധ്യം വെളിപ്പെട്ടു വന്നു. ഇന്ന് രാവിലെയും ആരാധിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ ഭവനത്തിൽ, ആരാധിക്കുന്ന ഒരു ദൈവ പൈതലിന് വേണ്ടി കർത്താവ് ഇറങ്ങി വരും, കർത്താവിൻ്റെ കരം ചലിക്കും. നാം ആരാധിപ്പാൻ തയ്യാറാണോ? നാം അതിരം തുറന്ന്
ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ നിശ്ചയമായി അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. 3, കർത്താവ് എപ്പോഴാണ് എഴുന്നേൽക്കുന്നത്? നാം അവൻ്റെ സാക്ഷിയായിരിക്കുമ്പോൾ, കർത്താവിനെ നാം ഒന്ന് വിളിച്ച് ഹല്ലേലൂയ പറയുമ്പോൾ, മറ്റുള്ളവരുടെ മുമ്പാകെ ഈ ദൈവത്തെക്കുറിച്ചൊന്ന് ഉയർത്തുമ്പോൾ. അപ്പസ്തോല പ്രവർത്തികളിൽ സ്തേഫാനോസിൻ്റെ ചരിത്രം നമുക്ക് നന്നായിട്ട് അറിയാം. സ്തേഫാനോസ് കർത്താവിനെക്കുറിച്ച് ഹല്ലേലൂയ വാ തോരാതെ സംസാരിച്ചു തുടങ്ങി. കർത്താവിനെക്കുറിച്ച് അവൻ ഇടപെട്ടു. ഹല്ലേലൂയ അവൻ നിന്ന സമൂഹത്തിൻ്റെ നടുവിൽ ഞാൻ സേവിച്ച് നിൽക്കുന്ന ദൈവം ഇന്നതെന്ന് വിളിച്ചു പറയാൻ തുടങ്ങിയപ്പോൾ ഹല്ലേലൂയ സ്തേഫാനോസ് കാണുന്നത് സ്വർഗം തുറന്നിരിക്കുന്നത്. അതിൽ പിതാവിൻ്റെ വലതുഭാഗത്ത് ഹല്ലേലൂയ ദൈവപുത്രൻ യേശു കർത്താവ് നിൽക്കുന്നതാണ് കണ്ടത്. അവൻ എഴുന്നേറ്റ് നിൽക്കുന്നത് വിശ്വാസത്താൽ കണ്ടു. ഹല്ലേലൂയ അവൻ്റെ ആത്മകണ്ണിൽ കണ്ടു. ഹല്ലേലൂയ അവൻ സ്വർഗത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു. കാരണം തൻ്റെ ഉടയവൻ, തൻ്റെ വീണ്ടെടുപ്പുകാരൻ, തൻ്റെ സർവസ്വമായ യേശു കർത്താവിനെ അവൻ സ്വന്തം കണ്ണാലെ കണ്ടു. പ്രിയരെ, നാം യേശുവിനെ സാക്ഷീകരിക്കുമോ? നാം ആയിരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ വാ തുറന്ന് യേശു നല്ലവനെന്ന്, എൻ്റെ കർത്താവ് മതിയായവനെന്ന്, എൻ്റെ കർത്താവ് അത്ഭുത മന്ത്രിയെന്ന് സ്തേഫാനോസ് സാക്ഷ്യം പറഞ്ഞതുപോലെ നിങ്ങളായിരിക്കുന്ന സ്ഥലത്തൊന്ന് പറഞ്ഞു നോക്കിയാട്ട്, നിങ്ങളുടെ ജീവിതം കൊണ്ടൊന്ന് പറഞ്ഞു നോക്കിയാട്ട്, നിങ്ങളുടെ ജീവിത സാഹചര്യത്തെ കർത്താവിനെ ഉയർത്താൻ ഉപയോഗിച്ചാട്ട് നിശ്ചയമായി ദൈവമഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. അവൻ എഴുന്നേറ്റാൽ നിശ്ചയമായി നിങ്ങൾ മാനിക്കപ്പെടും. അവൻ എഴുന്നേറ്റാൽ മുമ്പിലുള്ള ശത്രുക്കൾ ചിതറി മാറും. അവൻ എഴുന്നേറ്റാൽ യോർദാൻ പിൻവാങ്ങി മാറും. ഹല്ലേലൂയ ചെങ്കടലുകൾ പിളരപ്പെടും. അവൻ എഴുന്നേറ്റാൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ മഹത്വമുള്ള കരം സകല ജാതികളുടെയും മുമ്പാകെ ഹല്ലേലൂയ അവൻ വെളിപ്പെടുത്തും. ഇന്ന് പകൽക്കാലവും നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ആരാധിക്കാം, നമുക്ക് സാക്ഷിയായി തീരാം. 3 കാര്യം: പ്രാർത്ഥിക്കാം, ആരാധിക്കാം, സാക്ഷിയായി തീരാം. യഹോവ എഴുന്നേൽക്കും. അവൻ വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.